ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ വരുന്ന മെയിൻ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, നമ്മളുടെ റിയൽ ലൈഫിൽ അതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് എയിലെ പ്രോബ്ലംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ഡെഫിനിഷനാണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോമൺലി നമുക്കറിയാം, അതിന് AI എന്നാണ് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ അത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണ്, നമ്മളുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനോട് തന്നെ മിമിക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ടാസ്കുകൾ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യാനോ ഉള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരുപാട് വെറുതെ അങ്ങോട്ടൊരു നമുക്കൊരു സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ AI എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ കുറച്ച് അൽഗോരിതംസ് ഒക്കെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് മെഷീൻസിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആർക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്, പല മെഷീൻസിലായിട്ടാണ്. സോ അങ്ങനെയുള്ള മെഷീൻസിനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതേപോലെ നമ്മൾ മേക്ക് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോബോട്ടിക്സ്, ചില പാറ്റേൺസ് ഫോളോ ചെയ്യുന്ന റോബോട്ട്, അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യുന്ന റോബോട്ടുകൾ, അതേപോലെ ഓട്ടോണോമസ് കാറുകൾ, ഇതൊക്കെ എന്താണ്, മേക്ക് ഡിസിഷൻസ്, അതായത് ഒരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാൻ അത്രയും ഒരു ക്യാപ്പബിളായിട്ടുള്ള റോബോട്ട്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, മെയിനായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ വരുന്നത്. സോ ഈ ഒരു ഫീൽഡ് മെയിൻലി എൻകോംപസ് ചെയ്യുന്നത് കുറേ വാരിയസ് സബ് ഫീൽഡ്സ് ഉണ്ട്. അതായത് മെഷീൻ ലേണിംഗ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റണം, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ കുറേ ലേണിംഗ് പ്രോസസ്സുകൾ നടത്താനും. എന്നിട്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ ഈ എക്സ്പീരിയൻസിൽ നിന്നും അവരെന്ത് ചെയ്യാണ്, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ ലാംഗ്വേജസിനെ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതേപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുക. അതായത് ഈ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജാപ്പനീസ്, അതൊക്കെ വരുന്ന ഈ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ കൺട്രീസിലും വരുന്ന അവരുടേതായിട്ടുള്ള നാച്ചുറൽ ലാംഗ്വേജസ് ഉണ്ടായിരിക്കും, ഹ്യൂമൻ ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. അതിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് ഫീൽഡാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് അതേപോലെ തന്നെ ബിഹേവിയർ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻലി AI എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ പോലെയുള്ള ഇൻ്റലിജൻസസ് അതേപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഹ്യൂമൻ്റെ ക്യാപ്പബിലിറ്റീസ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മെഷീനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴൊക്കെയാണ് അതിനെന്ത് പറയാൻ പറ്റുള്ളൂ, അതൊരു AI എന്താണ് യൂസ് ചെയ്തിട്ടുള്ളൊരു മെഷീനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോബോട്ടിക്സിൻ്റെ ഫേഷ്യൽ അനാലിസിസും, അതേപോലെ തന്നെ ഈ AIയുടെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് നമ്മുടെ മിലിറ്ററി, ഹെൽത്ത് കെയർ, കമ്പ്യൂട്ടിങ്, ഈ ഒരു ഏരിയാസിലൊക്കെ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനും ആപ്ലിക്കേഷൻസിനും AIക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസൊക്കെ എന്താണ്, വളരെ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയാസും കൂടിയാണ്. നമ്മളുടെ എവറിഡേ ലൈഫ്സിലൊക്കെ നമുക്ക് എന്താണ് AI എന്ന് പറയുന്നത് വളരെ അധികം നല്ല രീതിയിൽ യൂസ് ചെയ്യാനും, നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്ന പല ടാസ്കുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ജോബുകളും നമ്മളുടെ അതിൻ്റെ ഒരു ഹ്യൂമൻ്റെ എഫേർട്ട് കുറയ്ക്കാനും ആർക്ക് സാധിച്ചിട്ടുണ്ട്, AIക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് അടുത്തത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കെയറിൽ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഡയഗ്നോസിസിനാണ് മെയിൻലി. അതായത് നമ്മളിപ്പോൾ കുറേ സിംറ്റംസ് ഒക്കെ കുറേ ഡിസീസസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ഡിസീസസിൻ്റെയും സിംറ്റംസ്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിസീസ് ആയിട്ടുണ്ടാവാം. അപ്പോൾ വരുന്ന ആളുകളുടെ സിംറ്റംസ് നോക്കിയിട്ട് അത് ഏത് ഡിസീസാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് AI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രഗ് ഡിസ്കവറീസ്, അങ്ങനെ എന്തെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്ന പേഴ്സണാണോ, അങ്ങനെ ഡ്രഗിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും അയാളുടെ ബോഡിയിലുണ്ടോ എന്നൊക്കെ ഡിസ്കവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്നത്. അതേപോലെ പ്രെഡിക്റ്റീവ് അനാലിസിസ് ഓഫ് ഡിസീസസ്, ഓരോന്നിനെയും നമ്മളുടെ ആ സിംറ്റംസ് നോക്കിയിട്ട് അത് ഏത് ഡിസീസാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. അതായത് ആ അനാലിസിസിൻ്റെ സിംറ്റംസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എന്ത് പറയണം, ഇത് ഇന്ന ഡിസീസാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന AIs ഒക്കെ ഇന്ന് നിലവിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് കെയറിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിച്ചിട്ടുണ്ട്. അടുത്തത് ഫിനാൻസ് ഏരിയാസിൽ എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളതാണ്. AI ഹെൽപ്സ് ക്രെഡിറ്റ് സ്കോറിങ്, അതേപോലെ തന്നെ ഫ്രോഡായിട്ടുള്ള ഡിറ്റക്ഷൻസ് നടത്താനും അതേപോലെ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നടത്താനൊക്കെ ഫിനാൻസ് ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് റീറ്റെയിൽ ഏരിയാസിൽ എങ്ങനെ ആർട്ടിഫിഷ്യൽ AI എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. AI ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ തന്നെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോഡക്ട്സോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ അനലൈസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് പ്രൊഡക്റ്റിൻ്റെ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ ചെയ്യുന്നത് ഈ AI ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ പ്രൈസ് ഒപ്റ്റിമൈസേഷൻ, അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇതൊക്കെ നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ്, AI യൂസ് ചെയ്തിട്ടാണ്. അടുത്തതാണ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ എങ്ങനെ AI യൂസ് ചെയ്യുന്നത്. അപ്പോൾ AI ഹെൽപ്സ് ഇൻ ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിനെയും ക്വാളിറ്റി അനലൈസ് ചെയ്യാനും അതേപോലെ മെയിൻ്റനൻസ് പ്രഡിക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ പ്രൊഡക്ഷനിൽ നല്ല ഒപ്റ്റിമൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ AI മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഫീൽഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയറിനെ പോലെ തന്നെ അടുത്തത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫീൽഡാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് ഓട്ടോണോമസ് ആയിട്ടുള്ള വെഹിക്കിൾസ്, ട്രാഫിക് പ്രഡിക്ഷൻ, അതേപോലെ റൂട്ട് ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ മാപ്പ് പോലെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ കറൻ്റ്ലി എല്ലാവരും ഒരുവിധം ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ അതിന് വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അടുത്തത് കസ്റ്റമർ സർവീസുകളിലാണ്. അതായത് AI പവേർഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട്സുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ലാപ്ടോപ്സുകൾ എടുക്കുകയാണെങ്കിൽ ഡെല്ല്, അതേപോലെ ആസൂസ്, ഇതിനൊക്കെ എന്തുണ്ട്, നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി പോവാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാറ്റ് ബോട്ട് പോലെയുള്ള മെസ്സേജിങ് വഴിയായിട്ട് നമുക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സർവീസുകൾ യൂസ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് പ്രൈസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നൊരു സർവീസാണ്, ഒരു സപ്പോർട്ടാണ്, കസ്റ്റമർ സപ്പോർട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള AI വെച്ചിട്ടാണ്. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറിങ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല ഇന്ന ആൻസറാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ, അതൊക്കെ AI വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ സിമ്പിൾ ആയിട്ട് വരുന്ന റിക്വസ്റ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ചാറ്റ് ബോട്ട്സിനെ മെയിൻലി വരുന്നത് ഈ കസ്റ്റമർ സർവീസിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നമ്മളെങ്ങനെ, അതായത് ഇപ്പോൾ നമ്മൾ ലോക്കൊക്കെ ഇടുന്നതിന് പകരം നമുക്ക് ഫേഷ്യൽ റെക്കഗ്നീഷൻസ്, ഇപ്പോൾ നമ്മുടെ ഫോണിലായാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫിംഗർ ഡിറ്റക്ഷൻ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, ഇപ്പോൾ നമ്മുടെ ഫോണാണെങ്കിലും വേറെ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെത്തേഡ്സൊക്കെ ആയിട്ട് സെക്യൂരിറ്റി റീസൺസിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ സൈബർ സെക്യൂരിറ്റി, ത്രെറ്റ് അനാലിസിസ് നടത്താനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സെക്യൂരിറ്റി ബേസിൽ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, AI യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലാണ്. അത് മാർക്കറ്റിങ്ങിലൊക്കെ AI ഒരുപാട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ് നടത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമുക്ക് സെഗ്മെൻറ്റേഷൻ നടത്താനായിട്ടും അതേപോലെ സെൻറ്റിമെൻറ്റ് അനാലിസിസ്, അതായത് സെൻറ്റിമെൻറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇപ്പോൾ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആമസോണെന്നോ ഫ്ലിപ്കാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റ്സിനും ഓരോ റേറ്റിംഗ് കാണാൻ പറ്റും നമുക്ക്, അല്ലേ, 5 അല്ലെങ്കിൽ 4.5 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റേറ്റ് സ്കോർ കാണാൻ പറ്റും. ആ
റേറ്റ് സ്കോർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന കമൻറ്റ്സ് അല്ലെങ്കിൽ റിവ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ റിവ്യൂസ് അനലൈസ് ചെയ്തിട്ട് അത് നല്ലതാണോ, പോസിറ്റീവ് റിവ്യൂ ആണോ അതോ നെഗറ്റീവ് റിവ്യൂ ആണോ എന്ന് അനലൈസ് ചെയ്തിട്ട്, അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്ത് കൂടും, റേറ്റിംഗ് കൂടും. അപ്പോൾ അത് ചെയ്യുന്നത് ഈ സെൻറ്റിമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. മാർക്കറ്റിങ്ങിലൊക്കെ അത് വളരെയധികം യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അടുത്തത് എഡ്യൂക്കേഷനാണ് അടുത്ത ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിന് വേണ്ടിയിട്ടും അഡാപ്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റിങ്സിന് വേണ്ടിയിട്ടും അതേപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ട്യൂട്ടറിങ് സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ AIs യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ യൂസസ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് AI ആണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇ-കോമേഴ്സ്, അതായത് ഓരോരോ ഫീൽഡ്സിലും AIയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇ-കോമേഴ്സ് ആണ്. ഇ-കോമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കസ്റ്റമർ സപ്പോർട്ട് ആ രീതിയിലൊക്കെ വരുന്ന സമയത്ത് പേഴ്സണലൈസേഷൻ നടത്താനും നമ്മുടെ സപ്പോർട്ടുകളെ എൻഹാൻസ് ചെയ്യാനും ഫേക്ക് റിവ്യൂസ് ഡിറ്റക്റ്റ് ചെയ്യാനും നമ്മൾ വോയിസ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ AIയുടെ ഒരു ആപ്ലിക്കേഷൻസാണ് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡിൽ. അതേപോലെ എഡ്യൂക്കേഷൻ പർപ്പസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് കൊടുക്കാനും അതേപോലെ ഗെയിമിഫിക്കേഷൻ, അതായത് ചിലപ്പോൾ കുറച്ച് നല്ല ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഗെയിമിലൂടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്മാർട്ടായിട്ടുള്ള കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ AIs യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് GPS ആൻഡ് നാവിഗേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ പോലുള്ളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞാൽ മതി, വോയിസ് സെർച്ച് നമുക്കവിടെ യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ ടേൺ ലെഫ്റ്റ് എന്ന് പറയുന്ന പോലത്തുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വോയിസോട് കൂടി തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വോയിസ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് അടുത്തൊരു അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അതേപോലെ തന്നെ പേഴ്സണലൈസേഷൻ, അതേപോലെ ട്രാഫിക് പ്രഡിക്ഷൻ, അതേപോലെ പൊസിഷനിങ് ആൻഡ് പ്ലാനിങ്, ഇതൊക്കെ നടത്താനായിട്ട് നമ്മുടെ AIസിൻ്റെ ആപ്ലിക്കേഷൻസായിട്ട് GPS വരുന്നതാണ്. അടുത്തത് ഹെൽത്ത് കെയറിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇൻസൈറ്റ്സ് ആൻഡ് അനാലിസിസും ടെലി ഹെൽത്ത്, അതായത് ഫോണിങ്ങിലൂടെ നമ്മൾ കൊറോണ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്ടേഴ്സിൻ്റെ ഫോണിലൂടെ വിളിച്ച് ഇന്ന സിംറ്റംസ് ആണ്, അപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാനൊക്കെ ടെലി ഹെൽത്ത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതേപോലെ പേഷ്യൻസിൻ്റെ മോണിറ്ററിങ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പേഴ്സൺ ചെയ്യേണ്ട ഒരു കാര്യം ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സർജിക്കൽ അസിസ്റ്റൻസിന് വരെ ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ആ ഒരു ഫീൽഡിൽ നമ്മൾ AIs യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോബോട്ടിക്സ്, അതാണ് നമ്മുടെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെയധികം എന്താ പറയുക, ഇംപ്രൂവൈസേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ വരുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നടത്താനും അതേപോലെ ഒബ്ജക്ട്സിനെ റെക്കഗ്നൈസ് ചെയ്യാനും ആ റെക്കഗ്നൈസ് ചെയ്ത ഒബ്ജക്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ ഹ്യൂമൻ റോബോട്ടിക്സ് ഇൻ്ററാക്ഷൻസ്, ഇതൊക്കെ വരുന്നത് എന്താണ്, റോബോട്ടിക്സിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസാണ്. അടുത്തതാണ് മിലിറ്ററിയിൽ വരുന്നത്. മിലിറ്ററിയിൽ വരുമ്പോൾ നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സപ്പോർട്ട് കൊടുക്കാനായിട്ട് AIസിൽ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ സൈബർ അറ്റാക്സ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിനൊക്കെ എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനൊക്കെ മിലിറ്ററീസിൽ ഈ AIs യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മിലിറ്ററിയിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് AIs യൂസ് ചെയ്യുന്നുണ്ടാണ് പറയുന്നത്. അതായത് എന്താ വെച്ചാൽ വിർച്വൽ റിയാലിറ്റീസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻസിനെ നമ്മളവിടെ ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നു, ഈ വരുന്ന കാൻഡിഡേറ്റ്സ് എങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസൊക്കെ കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോസസ്സിനൊക്കെ AIs യൂസ് ചെയ്യുമ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മിലിറ്ററീസിൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ AIs വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മളുടെ ഒരു ടോപ്പിക്കാണ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് മോഡലാണ്. അതായത് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വേർഡ്സിനെ എന്ത് ചെയ്യാണ്, പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വേർഡുണ്ട്, അപ്പോൾ അതിനോട് നെക്സ്റ്റ് വരാവുന്ന വേർഡ് ഏതാണെന്ന് എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്യാണ്.
അപ്പോൾ ദിസ് എന്ന് ഒരു വേർഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നത് ഈസാണോ, അങ്ങനെയല്ല എന്താണ് വരാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ആ വേർഡിന് നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വേർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അപ്പോൾ ഈ നമ്മൾ മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് ഈ വാട്സപ്പ് പോലെയുള്ളതിലൊക്കെ നമ്മളെന്താണ് നമ്മളുടെ കീപാഡിൽ നമുക്ക് ഈ നമ്മൾ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റ് സജഷൻസ് അല്ലെങ്കിൽ വേർഡ് സജഷൻസ് ഒക്കെ നമ്മളതിൽ കാണുന്നതാണ്. സെയിം ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. പക്ഷെ അത് ചെയ്യുന്നതിനെ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതിനെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ഐഡിയാസ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് വരുന്നത്. അതായത് നെക്സ്റ്റ് ഒരു ബ്ലാങ്ക് സ്പേസോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഒരു വേർഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ വേർഡ് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് ആ പ്രൊബബിലിറ്റി എന്താണെന്ന് പറയാനുള്ള ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് മോഡൽസിൻ്റെ ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. അതായത് ഒരു ലാംഗ്വേജിൻ്റെ എങ്ങനെയാണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിലെങ്ങനെയാണ് ഓരോരോ വേർഡ്സ് വരിക അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലാംഗ്വേജ് മോഡൽസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ദേ മെയിൻലി ട്രെയിൻഡ് യൂസിങ് എ ലാർജ് ഡേറ്റ സെറ്റ് ഓഫ് ടെക്സ്റ്റ് സച്ച് എസ് എ കളക്ഷൻ ഓഫ് ബുക്സ്, ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബുക്സുകളായിക്കോട്ടെ ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഡേറ്റ സെറ്റ് വെച്ചിട്ട് ഒരു മെഷീനെ ട്രെയിനിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊരു ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിനെന്ത് വേണം, അതിന് നിരന്തരമായിട്ട് അതിനൊരു എക്സ്പീരിയൻസ് കൊടുക്കണം, അതിനെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഏത് ലാംഗ്വേജിനാണോ നമുക്ക് വേണ്ടത് ആ ഒരു ലാംഗ്വേജിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മോഡൽസിനും ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് മീൻസ് ഇന്നത് കഴിഞ്ഞാൽ ഇന്നതാണ് എന്ന് നമ്മൾ ബൈ വേർഡായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമേഴ്സ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയോ അങ്ങനെയൊക്കെ ഡേറ്റാസായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ മെഷീൻസിനെ കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ലാംഗ്വേജ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ പാറ്റേൺസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് അത് പഠിക്കണം, ഓരോ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാറ്റേൺസ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് വേർഡ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സെൻറ്റൻസിൽ വരുന്നതോ അല്ലെങ്കിൽ ഒരു ന്യൂ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനോ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവണം, സെമാൻറ്റിക്കലി കൊഹിറൻ്റ് ആവണം, ഒക്കെ ആവണം. അപ്പോൾ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് അതെന്ത് ചെയ്യണം, ലേണിംഗ് നടത്തിയാൽ മാത്രമേ ആ സിസ്റ്റത്തിനെ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടൈപ്സ് ഓഫ് ലാംഗ്വേജ് മോഡൽസ് ആണുള്ളത്. ഒന്ന് ഇൻഫർമേഷൻ റിട്രീവൽ, ഫസ്റ്റ് വണ്ണാണ് ഇൻഫർമേഷൻ റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. മെയിൻലി അത് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡാറ്റകളെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യുക, സ്റ്റോറേജ് നടത്തുക, അതിനെ റിട്രീവ് ചെയ്യുക, ആ ഒരു ഡാറ്റനെ ഇവാലുവേറ്റ് ചെയ്യുക. എവിടുന്ന്, നമ്മളൊരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിന് നിന്നോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൽ ഇൻഫോർമേഷൻസ്, ഇതൊക്കെ എന്താണ് ഇൻഫോർമേഷൻ റിട്രീവലിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ റിട്രീവൽ എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തെടുക്കുകയാണ്, അവിടെ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ റിട്രീവൽ എന്ന് പറയുന്നത്. ഈ റിട്രീവൽ എടുക്കുന്ന സാധനം എന്തായിരിക്കും, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നേച്ചറായിരിക്കും അതിനുണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫോർമേഷൻ റിട്രീവൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്സോ എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുക, ഗൂഗിൾ നമുക്ക് തരുന്നത്. എന്നിട്ട് നമ്മൾ വേണം എന്ത് ചെയ്യാൻ, നമുക്ക് വേണ്ട ഡാറ്റ എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. സോ അതുകൊണ്ട് ഇൻഫോർമേഷൻ റിട്രീവലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളാണ്. അപ്പോൾ ആ ഗൂഗിളിൻ്റെ അതേ പ്രോസസ്സാണ്, അതിങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇൻഫർമേഷൻ റിട്രീവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഡോക്യുമെൻറ്റ്സിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ കൊടുത്ത ടോപ്പിക്ക് അല്ലെങ്കിൽ കൊടുത്ത വേർഡ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ഡോക്യുമെൻ്റ് ഏതാണോ ആ ഡോക്യുമെൻറ്റുകളെ ആ ഒരു കൗണ്ട് വെച്ചിട്ട് അത് റാങ്കിങ് നടത്തും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്,
നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഗൂഗിളിൽ ഏറ്റവും ആദ്യം വരുന്നതിലായിരിക്കും, ഏറ്റവും ആദ്യം അവർ സജസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിലായിരിക്കും നമുക്ക് വേണ്ട മിക്കവാറും നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഉണ്ടാവുക അതിലായിരിക്കും. താഴേക്ക് പോകുന്തോറും എന്ത് പറ്റും, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ചിലപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന ഡോക്യുമെൻറ്റിൽ ഉണ്ടായിക്കോളണമെന്നില്ല. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റാങ്കിങ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മെയിൻലി ഇൻഫോർമേഷൻ റിട്രീവൽ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂസർ ഉണ്ടാവും, ഒരു റിട്രീവൽ സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രൗസിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. മെയിനായിട്ടും ഇത് എവിടെ നിന്ന് എടുക്കുന്നത്, റിട്രീവൽ ആയിക്കോട്ടെ ബ്രൗസിംഗ് ആയിക്കോട്ടെ ഡാറ്റാബേസിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. ഡാറ്റ എപ്പോഴും എവിടെ ഉണ്ടാവുക, ഡാറ്റാബേസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻഫോർമേഷൻ റിട്രീവൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. യൂസർ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, റിട്രീവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും, ബ്രൗസർ ഡാറ്റാബേസിൽ പോയി നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ റിട്രീവൽ സിസ്റ്റം തിരിച്ച് യൂസർക്ക് ആ ഡാറ്റ കൊടുക്കുന്ന ഒരു സംവിധാനം. അതേപോലെ തന്നെ ബ്രൗസിംഗ് ആണെങ്കിലും യൂസർ റിക്വസ്റ്റ് ചെയ്യുന്നു, ബ്രൗസർ എന്ത് ചെയ്യുന്നു, റിട്രീവൽ സിസ്റ്റത്തിനോട് പറയുന്നു, റിട്രീവൽ സിസ്റ്റം ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ എടുക്കുന്നു, ബ്രൗസിങ്ങിന് കൊടുക്കുന്നു, തിരിച്ച് യൂസർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അടുത്തതാണ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ മെയിൻലി നമ്മുടെ ലാംഗ്വേജ് മോഡൽസ് രണ്ടെണ്ണാണുള്ളത്. 2 ടൈപ്സ് ഓഫ് ലാംഗ്വേജ് മോഡൽസ് ആണുള്ളത്, ഇൻഫോർമേഷൻ റിട്രീവലും ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷനും. സോ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് മീനിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡോക്യുമെൻറ്റിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അതായത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ നീഡ് എന്താണോ അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് തരുന്ന ഒരു സിസ്റ്റമാണ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ChatGPT പോലെയുള്ള ചാറ്റ് ബോട്ടുകൾ. ബിക്കോസ് അതിൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ്റെ അപ്രോപ്രിയേറ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ് എന്താ പറയുക പ്രോബബിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അവർ തരുന്നത്. അല്ലാതെ കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് അല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഇൻഫോർമേഷനെ ഒന്ന് എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ടതാണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫോർമേഷൻ റിട്രീവൽ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വേണ്ട ഡാറ്റ എന്താണോ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ എന്താണോ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നൊരു പ്രോസസ്സിനെയാണ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ടെക്സ്റ്റേഴ്സ്, അത് നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡാറ്റാസ് അവരെടുത്ത് തരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ NLP എന്ന് പറയുന്നത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഫൈൻഡ് ചെയ്യാനും ആ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസർക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കുള്ളൂ. ബട്ട് ഇൻഫോർമേഷൻ റിട്രീവൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യുന്നത് എന്താണ്, ഇൻഫോർമേഷൻ, അതായത് ദാറ്റ് ഈസ് റെലവൻറ്റ് ടു ദ യൂസേഴ്സ് ഇൻഫോർമേഷൻ നീഡ്. അതായത് ഒരു യൂസറിന് നീഡായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻഫോർമേഷൻ റിട്രീവൽ എന്ന് പറയുന്നത്. അതെവിടെ ഉണ്ടായിരിക്കണം, നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റാബേസിലുള്ള ഡാറ്റയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞൊരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഇറ്റ് റിട്ടേൺസ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടെക്സ്റ്റ് ഫ്രം എ ലാർജ് സെറ്റ് ഓഫ് കോർപ്പസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസിന് പറയുന്ന പേരാണ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോർപ്പസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ അത് എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നത്. അടുത്തത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിട്രീവ് ഡോക്യുമെൻറ്റ്. സോ യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സോഴ്സ് മീൻസ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡോക്യുമെൻ്റാണ് ആദ്യം റിട്രീവ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡോക്യുമെൻറ്റിൽ കൂടെ പാഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റിൽ കൂടെ എന്ത് ചെയ്യും, ഈച്ച് ലൈൻ ബൈ ലൈനായിട്ട് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്യും, എന്നിട്ട് അത് യൂസർക്ക് കൊടുക്കും. അതാണ് ഇവിടെ നടക്കുന്നൊരു പ്രോസസ്സ്. നമുക്ക് സോഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റ്